സംസ്ഥാനത്ത് വേനൽ മഴ തുടരും. ഇന്ന് 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് അലർട്ട്. നാളെ തിരുവനന്തപുരം മുതൽ എറണാകുളം, ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മുന്നറിയിപ്പുണ്ട്. മറ്റന്നാൾ മുതൽ വേനൽ മഴ കുറഞ്ഞ് ഈ മാസം 26 മുതൽ കാലവർഷമായി കേരളത്തിൽ മഴയെത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നൊപ്പം ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്നും. ആദ്യം വിനേഷിലേക്ക്. വിനേഷ്, എങ്ങനെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്? ഏതൊക്കെ ജില്ലകളിലാണ് ഇന്ന് ജാഗ്രത പാലിക്കേണ്ടത്? ഇന്ന് 4 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. 26-നാണ് കാലവർഷം കേരളത്തിലേക്ക് എത്തുക. ഇന്ത്യയിലെത്തിയിട്ടുണ്ട് കാലവർഷം. നമുക്ക് കാലവർഷ മഴ ലഭിക്കുക 26 മുതലെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്നത് വേനൽ മഴയാണെങ്കിലും അതിശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിരുന്നു. ഇന്നലെ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നു. ആൻമരിയയിലേക്കാണ് ആദ്യം. ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നാളെ 7 ജില്ലകളിൽ, അതായത് തിരുവനന്തപുരം മുതൽ എറണാകുളം, ഇടുക്കി വരെയുള്ള ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗൂഗിൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റന്നാളോടുകൂടി ഈ വേനൽ മഴ അവസാനിച്ച് പിന്നീട് കാലവർഷമായിട്ട് കേരളത്തിലേക്ക് എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ് 24-ാം തീയതിയായിരുന്നു കാലവർഷം എത്തിയിട്ടുണ്ടായിരുന്നത്. അത് ഏകദേശം ആ ഒരു ദിവസത്തോടടുത്ത് തന്നെയായിരിക്കും ഇത്തവണയും കാലവർഷം കേരളത്തിലേക്ക് എത്തുക. വേനൽ മഴ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു ആശ്വാസമായിട്ടാണ് ആദ്യഘട്ടത്തിൽ കേരളത്തിലേക്ക് ഈ വേനൽ മഴ എത്തുന്നത് എങ്കിൽ പോലും പിന്നീട് വലിയ തരത്തിലുള്ള മഴക്കെടുതികൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാലവർഷം കൂടി അടുക്കുന്നതോടുകൂടി തന്നെ വലിയൊരു ജാഗ്രതാ മുന്നറിയിപ്പും കൂടി ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. കാരണം പലയിടങ്ങളിലും ഇടിമിന്നലോട് കൂടി ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ വേനൽ മഴയ്ക്ക് പുറമെ ഉണ്ടായിരുന്ന ശക്തമായിട്ടുണ്ടായിരുന്ന കാറ്റും ഉണ്ടായിരുന്നു. ആ കാറ്റാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള നാശനഷ്ടങ്ങൾ അത് കേരളത്തിലേത്. മധ്യകേരളത്തിലും വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മധ്യകേരളത്തിൽ പ്രധാനമായിട്ടും എറണാകുളം ജില്ലയുടെ മലയോര മേഖലകളിലായിരുന്നു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിലും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കർണാടക, അതായത് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാലവർഷം കൂടി അടുക്കുന്നതോടുകൂടിയാണ് ഈ വിലക്ക് നിലവിൽ എന്തായാലും കാലാവസ്ഥാ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ പറയുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കാലവർഷം ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് ഇത്തവണ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലും കാലവർഷം ശക്തമായിട്ട് തന്നെയാണ് കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. വേനൽ മഴ കൂടി ശക്തമാകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നത്. ഗൂഗിൾ ആൻമരിയ സണ്ണയാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എസ് വിനേഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. വിനേഷ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് പലയിടത്തും വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിശക്തമായ വേനൽ മഴ തുടരുകയാണ്. എങ്ങനെയാണ് ഈ കടൽക്ഷോഭം മുന്നറിയിപ്പുണ്ടോ? തീരദേശ മേഖലകളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ടോ? മത്സ്യബന്ധനത്തിന് വിലക്കുകളുണ്ടോ? അമൃത, ഗൂഗിൾ, മത്സ്യബന്ധനത്തിന് ചില സ്ഥലങ്ങളിൽ, അതായത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മാത്രമാണ് മത്സ്യബന്ധനത്തിന് വിലക്കുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നങ്ങളില്ല. എന്തായാലും വേനൽ മഴ ശക്തമായി തന്നെ ലഭിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിലെല്ലാം തന്നെ തിരുവനന്തപുരത്തും അതുപോലത്തെ കൊല്ലത്തിന്റെ ചില ഭാഗങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ വരും ദിവസങ്ങളിലും തുടരും. ഒപ്പം തന്നെ ഈ ഇത്തവണ കാലവർഷം മെയ് 26-ന് എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു നിഗമനം അങ്ങനെയാണ്. അതൊരു പക്ഷേ ജൂൺ 1-ലേക്ക് വൈകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. നേരത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരുന്നത് ഈ മാസം 18-ന്, അതായത് മെയ് 18-ന് തന്നെ കാലവർഷം എത്തും എന്നായിരുന്നു. പക്ഷേ അതിപ്പോൾ വൈകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ അലേർട്ട് ഉണ്ട്. അതായത് ശക്തമായ മഴ വരും മണിക്കൂറുകളിൽ ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാളെ തിരുവനന്തപുരം മുതൽ എറണാകുളം, ഇടുക്കി വരെയുള്ള ജില്ലകളിലും ഇതുപോലെ തന്നെ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മുതലാണ് വേനൽ മഴ ഉണ്ടാവില്ല. പിന്നെ അത് കാലവർഷത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ വർഷം മെയ് 24-നായിരുന്നു കാലവർഷം വന്നിരുന്നത്. ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. അതേ ഒരു സാഹചര്യം തന്നെയായിരിക്കും ഇത്തവണയും ഉണ്ടാകുക എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അമൃത, ഗൂഗിൾ. ശരി, എസ് വിനേഷ് കുമാറും ആൻമരിയ സണ്ണിയുമാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളുടെ വിശദാംശം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.